അങ്ങനെ ലാസ്റ്റ് നല്ല മഴ പെയ്തിരിക്കുകയാണ്. തടിമാടനായ ഭർത്താവ് ഉണ്ടായിട്ടും അപ്പനെ ഇറക്കുന്ന മോൻ. സംഭവം വേറൊന്നുമല്ല, ഈ കൊക്കർണിയിൽ നിറച്ച മീനാണ് എന്നാണ് ഇവർ രണ്ടുപേരും വീരവാദം ഇട്ടത്. അപ്പൊ നമ്മള് ജസ്റ്റ് മീനുണ്ടോ ഇല്ലേ, അത് ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോ കോണൊക്കെ സെറ്റാക്കി വെച്ചത്. ഇപ്പൊ ഇതെല്ലാം മെയിൻ കൺഫ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ആരിറങ്ങും എന്നുള്ള കൺഫ്യൂഷൻ മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. കറക്റ്റ് ഇങ്ങനെ പൊസിഷനിൽ ഇങ്ങനെ വെക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല. അവസാനം കയറ് കെട്ടി ഇറങ്ങാനുള്ള തീരുമാനത്തിലെത്തി. കയറെല്ലാം നല്ലപോലെ മുറുക്കി ഡബിൾ ക്രൂസ് ചെയ്ത് എന്റെ ഹസ്ബൻഡ് അടിപൊളിയാക്കി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻസ്ട്രക്ടറായിട്ട് പപ്പ ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. അത് കാരണം നല്ലപോലെ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മുകളിൽ നിന്ന് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. എനിക്കും ഇവർ കാണിക്കാൻ കാണുമ്പോൾ താഴെ ഇറങ്ങാൻ തോന്നിയായിരുന്നു. പിന്നെ നല്ല സ്മെല്ല് മുകളിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ലാസ്റ്റ് നല്ല മഴ പെയ്തിരിക്കുകയാണ്. മഴ പെയ്തിട്ടും തോറ്റു കൊടുക്കാതെ 3 പേരും മീനെ കെട്ടിയിട്ട് വരുന്നുള്ള ശബ്ദത്തിലായിരുന്നു. എനിക്ക് സത്യത്തിൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവർ ഈ 3 പേരും എന്ത് പ്രാന്താണ് കാണിക്കണേന്ന്. പക്ഷെ പപ്പയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിലെന്തായാലും മീനുണ്ട്. ഇവനും നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു എത്ര കൊതുകടി കണ്ടാലും മീനെ കണ്ടിട്ട് തന്നെ പോവുള്ളൂ എന്ന്. അങ്ങനെ കുറെ നേരത്തെ ഒരു കാത്തിരിപ്പിനൊടുവിൽ ലാസ്റ്റ് മീനെ കിട്ടിയിരിക്കുകയാണ്. അയ്യോ, ചാടിപ്പോയ മീനെ പിടിക്കാനായി അടുത്ത തന്ത്രപ്പാട്. എന്തായാലും മീനുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചു നേരം വൈകിയാലും കുഴപ്പമില്ലെന്നായി. അങ്ങനെ അവസാനം എല്ലാ മീനെയും ചാക്കിലാക്കി വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ കുറെ വലിയ മീനുകളും കുഞ്ഞു ക്യൂട്ട് മീനുകളും ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.